അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം. അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം. അപ്പാ നിന്നൊപ്പം നടക്കേണം. അപ്പാ ഞാൻ നിന്നെ കാണേണം. അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം. അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം. അപ്പാ നിന്നൊപ്പം നടക്കേണം. അപ്പാ 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 ടി വി പ്രേക്ഷക സംഗമം കോഴിക്കോട് ജൂലൈ 17 രാവിലെ 10:30 മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം കോഴിക്കോട്. ടി വി പ്രേക്ഷക സംഗമം പാലക്കാട് ജൂലൈ 18 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും. ജൂലൈ 21 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ അഞ്ചൽ. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ ആ ദിവസം മുതൽ അല്ലെങ്കിൽ ആ നിമിഷം മുതൽ എൻ്റെ ലൈഫ് മാറണം. പിന്നീട് ഞാൻ പഴയതുപോലെ ആകുവാൻ പാടില്ല. എൻ്റെ ചുറ്റുപാടുകൾ മാറണം. കാരണമെന്ന് പറഞ്ഞാൽ ഉടയവനാണ്, അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ്, സകലത്തിൻ്റെയും സൃഷ്ടാവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു സാധാരണ വ്യക്തിയല്ല, അസാധാരണത്വമുള്ള വ്യക്തിയാണ്. എൻ്റെ മുൻപിൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം മാറുവാനിടയാക്കണം. പഴയതുപോലെ ഞാൻ ഇനി ആയിരിക്കാൻ പാടില്ല. ഇന്നത്തെ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ തിരിച്ചറിവും ബോധവും, അല്ലെങ്കിൽ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് എൻ്റെ ലൈഫിലുണ്ടാവേണ്ട മാറ്റങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നിങ്ങളുടെ ഉള്ളിൽ മതം പറഞ്ഞു തന്ന എന്തോ ആണ് യേശു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ്, അല്ല നിങ്ങൾ അതിനെ അത്ര സീരിയസ് ആയി കണ്ടിട്ടുള്ളൂ എന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ശരിക്കും അത് അങ്ങനെയാണ്, യേശു ജീവിക്കുന്നു എൻ്റെ അകത്താണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു സാധാരണ ജീവിതം നടത്താൻ പറ്റത്തില്ല. ഒന്ന് പറയാവോ സോളി? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സാധാരണ ജീവിതം നടത്തുന്നുവെങ്കിൽ നമ്മൾ പറയുന്നതുമായിട്ട് എന്തോ ചേർച്ചയില്ലാതെ പോകുന്നുണ്ട്. എന്തോ ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുകയും നീ ഒരു സാധാരണ ജീവിതം നടത്തുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ ഒത്തുചേർന്നല്ല പോകുന്നത്. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുകയും, അല്ല അങ്ങനെയാണെങ്കിൽ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ അത് യാഥാർത്ഥ്യമാണ് എങ്കിൽ ഞാൻ ജീവിക്കേണ്ടത് എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു ജീവിതമാണ്. എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നു എന്ന യാഥാർത്ഥ്യം ശരിയാണെങ്കിൽ ഞാൻ ജീവിക്കേണ്ടത് ഒരു സാധാരണ ജീവിതമല്ല. ഞാൻ ഇനി സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, എനിക്കൊരു സാധാരണ ജീവിതം വേണ്ട. എനിക്കൊരു സാധാരണ ജീവിതം വേണ്ട. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ പറയത്തില്ല കേട്ടോ. അതിൻ്റെ കാരണം ഞാൻ ഉള്ളിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന യാഥാർത്ഥ്യം സത്യമാണെങ്കിൽ ഞാൻ സാധാരണമായി ജീവിക്കേണ്ടി വരത്തില്ല.
അങ്ങനൊരു ജീവിതം പറ്റത്തില്ല. അതൊരു സാധ്യമാകുന്ന കാര്യമല്ല. അത് ഒരിക്കലും നടക്കത്തില്ല. കാരണം വെളിച്ചം വസിച്ചാൽ ആരെങ്കിലും ഇരുട്ടിനെ മാറ്റാൻ ശ്രമിക്കുമോ? വെളിച്ചം വസിച്ചാൽ ആ ചുറ്റുപാടും പ്രകാശമായി ഉണ്ടാകും. അതിനെ ഇരുട്ടിനെ തള്ളി മാറ്റേണ്ട ആവശ്യമില്ല. എൻ്റെ അകത്ത് യേശു വസിച്ചാൽ സറൗണ്ടിങ് അങ്ങനെ ആയേ പറ്റത്തുള്ളൂ, ചുറ്റുപാടും അങ്ങനെ ആയി തീർന്നേ ഒക്കത്തുള്ളൂ. ഒന്ന് കൈയടിച്ചു ആമീൻ പറഞ്ഞു. എൻ്റെ ഉള്ളിൽ യേശു വസിച്ചാൽ, എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നത് യാഥാർത്ഥ്യമായാൽ ചുറ്റളവും എൻ്റെ യേശു വസിക്കുന്നതിന്റെ അളവനുസരിച്ച് മാറിയേ ഒക്കത്തുള്ളൂ. പഴയ നിയമത്തിൽ പെട്ടകം ഒബദ്യാവിന്റെ വീട്ടിൽ വസിച്ചപ്പോ വേദപുസ്തകം പറയുന്നത് ആ വീട്ടിൽ വസിച്ചത് നിമിത്തം 3 മാസം പെട്ടകം അവന്റെ വീട്ടിലിരുന്നതോടുകൂടെ ആ വീട് സകല വിധത്തിലും മാറിയെന്ന് ഈ പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പഴയ നിയമത്തിലാണ് എങ്കിൽ പുതിയ നിയമത്തിൽ അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവ് ആ പെട്ടകം എൻ്റെ അകത്ത് വസിച്ചപ്പോ എൻ്റെ അകത്തൊരു മാറ്റമില്ലെങ്കിൽ സംതിങ് പ്രോബ്ലം. യേശു വസിക്കുന്നുണ്ട്, പക്ഷെ കടഭാരത്തിലെ യേശു വസിക്കുന്നുണ്ട്. പാണ്ടായിട്ട് നടക്കുന്ന യേശു വസിക്കുന്നുണ്ട്. മറ്റു പ്രശ്നങ്ങളുണ്ട്, യേശു വസിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. പഴയ നിയമത്തിൽ വസിച്ചതിനേക്കാൾ ശ്രേഷ്ഠകരമായ വിശേഷതയുള്ളതും ശ്രേഷ്ഠവുമായ നിയമത്തിൽ സ്ഥാപിതമാണ് പുതിയ നിയമം. വിശേഷമായ വക്തത്വങ്ങളിൽ സ്ഥാപിതമാണിത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു വാക്യം കൂടെ വായിക്കട്ടെ. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നിരുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പൂർവ്വകാലങ്ങൾക്ക് ഇത് മറഞ്ഞിരുന്നതാ, പക്ഷെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിലെ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഞാനതിന് ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം, കുറച്ചും കൂടെ നന്നായി മനസ്സിലാകും. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ആണ് ഞാൻ വായിക്കുന്നത്, NLT ആണ് ഞാൻ വായിക്കുന്നത്. For God wanted them to know that the riches and glory of Christ are for you Gentiles. കുറച്ചും കൂടെ വ്യത്യാസമാകട്ടെ, കുറച്ചും കൂടെ മനോഹരമാകട്ടെ. ഞാൻ ഒന്നും കൂടെ വായിക്കാം. God want them to know that the riches and the glory of Christ are for you. God want them to know. God want us to know. ഞാനും നിങ്ങളും അത് അറിയണമെന്ന് ആഗ്രഹിച്ചു. എന്താണ് അറിയേണ്ടത്? The riches and the glory of Christ are for you. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ധനവും അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഓ, ഇത് പറഞ്ഞാൽ കൂടെ തീരത്തില്ല. അത് അടുത്ത വാചകം പറയുക. And this is the secret. അതിന്റെ രഹസ്യം ഇതാണ്. Christ lives in you എന്ന് പറഞ്ഞാൽ when God started to live in you, that from that day onwards all glory and all riches is belongs to you. ഞാനൊരു കാര്യം പറയാം. നേരെ പോകുന്ന ഒരാൾക്ക്, മതപരമായി ചിന്തിച്ചു പോകുന്ന ആൾക്ക് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. പക്ഷെ എനിക്കൊന്ന് നിൽക്കണം അവിടെ. എനിക്ക് അങ്ങനെയാണോന്ന് ചോദിക്കണം. എന്തുകൊണ്ട് അങ്ങനെയല്ല എന്ന് ചിന്തിച്ചു, എന്തുകൊണ്ട് എങ്ങനെ നടക്കുന്നില്ല എന്നറിഞ്ഞു. കർത്താവ് പറയുക, ഈ മർമ്മം പഴയ നിയമത്തിന് മറഞ്ഞിരുന്നത് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുകയാ. എന്താ വെളിപ്പെട്ടിരിക്കുന്നത്? ക്രൈസ്റ്റ് നിങ്ങളുടെ അകത്ത് വരുമ്പോ ഗ്ലോറി നിങ്ങളുടെ അകത്ത് വന്നിരിക്കുകയാ. ക്രൈസ്റ്റ് നിങ്ങളുടെ അകത്ത് വരുമ്പോ ഓൾ റിച്ചസ്, ആ സകല ധനവും നിങ്ങളുടെ അകത്ത് വന്നിരിക്കുക. സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, സ്റ്റിൽ നമ്മുടെ അകത്ത് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കർത്താവ് വന്നു എന്ന് എവിടോ മതപരമായിട്ട് അറിയാം. പക്ഷെ കർത്താവ് പറയാ, കർത്താവ് വന്നതിന്റെ കൂട്ടത്തിൽ സകല ഗ്ലോറിയും വന്നു, സകല ഗ്ലോറിയും വന്നു. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, I am the carrier of His glory. You are the carrier of His glory. Come on, give a clap offering to the Lord. You are carrying His glory. You are carrying His glory. അവന്റെ മഹത്വമാണ് നിന്റെ തലയിലുള്ളത്. ചുറ്റും നോക്കിട്ട് പറ, ഞാൻ അവന്റെ മഹത്വത്തിന്റെ
വാഹകനാണ്, ഞാൻ അവന്റെ മഹത്വം വഹിക്കുന്നവനാണ്. യേശു ശിഷ്യന്മാരോട് യോഹന്നാൻ 17:22-23 പറഞ്ഞു, എന്റെ പിതാവ് എനിക്ക് തന്നിട്ടുള്ള മഹത്വത്തെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശു ഈ ഭൂമിയിൽ ശിഷ്യന്മാരോട് പറഞ്ഞ വാചകോ, എന്റെ മഹത്വം ഞാൻ നിങ്ങൾക്ക് തരികയാ. എന്നാൽ പൗലോസ് പറയുവോ, അത് പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞു കിടന്നത്, എന്നാൽ ഇപ്പോൾ യേശുവിലൂടെ വെളിപ്പെട്ടിരിക്കുവോ. സർവ്വ ഗ്ലോറിയും ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ അവരുടെ മേൽ വന്ന് വസിക്കാനായി തുടങ്ങും. ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കട്ടെ ഞാൻ. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരുടെ മുകളിൽ ഒരു ഗ്ലോറി പില്ലർ ഉണ്ടായിരുന്നു. ഏകദേശം 6 ലക്ഷത്തോളം പുരുഷന്മാരും അതിന്റെ സ്ത്രീകളും, എന്റെ ഭാഷയിൽ 20 ലക്ഷത്തിനകത്തുള്ള ആളുകളെ ദൂരെ നിന്ന് ആരെങ്കിലും നോക്കിയാൽ, ആ മരുഭൂമിയുടെ അറ്റത്ത് നിന്ന് ആരെങ്കിലും നോക്കിയാൽ ഒരു തിളങ്ങുന്ന പില്ലർ നടന്നു വരുന്ന വരെ തോന്നത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ വേറെ ഭാഷയിൽ പറഞ്ഞാൽ, ദൂരെ നിന്ന് രാത്രിയിൽ അവരെ കണ്ടാൽ ഒരു തീയുടെ പില്ലർ നടന്നു വരുന്നതേ കാണത്തുള്ളൂ. കാരണം അവർ ആ ഗ്ലോറിക്കകത്തായിരുന്നു, അവർ ആ ഗ്ലോറി വിഴുങ്ങിയിരുന്നു, ആ ഗ്ലോറിക്കകത്തായിരുന്നു. അതുകൊണ്ടായിരുന്നു അവർ ജീവിച്ചപ്പോ സക്സസിൽ നിന്ന് സക്സസിലേക്ക് തിരമാലകൾ അവരെ ഒന്നും ചെയ്യാതെ, യോർദാൻ അവരെ ഒന്നും ചെയ്യാതെ, മരുഭൂമി അവരെ ഒന്നും ചെയ്യാതെ, അവർ ദൈവത്തെ വെളിപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിച്ചതാ. കുറച്ചും കൂടെ പറഞ്ഞാൽ, ദൂരെ നിന്ന് നോക്കുന്ന ആളുകൾ അവരെ നോക്കുമ്പോ ദൈവത്തെ കണ്ടു, ലിറ്ററലി കണ്ണിൽ കണ്ടു. ഗ്ലോറി അവരുടെ മേൽ വസിച്ചത് ലിറ്ററലി കണ്ടു. പഴയ നിയമം പൊരുളായിരുന്നുവെങ്കിൽ പുതിയ നിയമം അതിനേക്കാൾ ശ്രേഷ്ഠമാണ് എങ്കിൽ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അന്ന് ഒരു വലിയ സമൂഹത്തിൽ വസിച്ചത് കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ വലിയ സമൂഹത്തിൽ വസിക്കുന്നത് പോലെ വ്യക്തിപരമായി വസിക്കാൻ പോകുകയാ, ഞാൻ വ്യക്തികളിൽ വസിക്കാൻ പോകുകയാ. കുറച്ചും കൂടെ കാര്യം പറയട്ടെ, വരുന്ന നാളുകളിൽ നിങ്ങൾ ഓരോരുത്തരും ഗ്ലോറി പില്ലേഴ്സ് ആകാൻ പോവാ. ഇത് പ്രസംഗത്തിന്റെ ആവേശത്തിന് പറയുന്നതല്ല. I know it is going to happen. I know it is going to reveal, because this is the end time. ഇത് അന്ത്യ കാലഘട്ടമാ. ഞാൻ അത് അനുഭവിക്കേണ്ടതിനാ വിളിച്ചത്, എനിക്കത് അനുഭവിക്കാനാ ദൈവം വിളിച്ചതാ. ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, അവരുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. ദൂരെ നിന്ന് നോക്കുന്ന ആളുകൾ പറഞ്ഞു, ദൈവം വസിക്കുന്ന ദൈവാലയമാണ് അവരെന്ന് ആളുകൾ പറഞ്ഞു. പക്ഷേ വേദവസം പറയുന്നവർ തെറ്റിപ്പോയി, അവർ പാപത്തിൽ വീണു, നശിച്ചു. അതുകൊണ്ട് ആ ഗ്ലോറി അവരെ ഡിപ്പാർട്ട് ചെയ്തു. ദൈവം ഒരു പുതിയ പദ്ധതി ഉണ്ടാക്കി. ആ ഹോൾ ജനത്തിന്റെ മേൽ വസിച്ചിരുന്ന ഗ്ലോറി ആരെങ്കിലും വ്യക്തിപരമായി യേശുവിനെ സ്വീകരിച്ചാൽ അവന്റെ ഉള്ളിലേക്ക് വന്നിട്ട് പറഞ്ഞു, ആ ഹോൾ ജനത്തെ നിയന്ത്രിച്ചിരുന്ന അതേ ഗ്ലോറി കുറഞ്ഞില്ല, കൂടിയതേ ഉള്ളൂ. കാരണം അവർ അന്ന് പാപത്തിനെ മറച്ചതേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇന്ന് പാപത്തെ മറക്കുകയല്ല, ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കുകയാ. അതുകൊണ്ട് അവരുടെ മേൽ പകർന്ന ഗ്ലോറി എന്റെ മേൽ അതിശക്തമായി വന്നത് ആ പുതിയ സൃഷ്ടി. അവരുടെ മേൽ പകർന്ന ഗ്ലോറി നിലനിന്നില്ല. കാരണം അവർ കുഞ്ഞാടിന്റെ രക്തം സിംബോളിക് ആയിട്ട് റിസീവ് ചെയ്തത്. പക്ഷെ ഞാൻ റിസീവ് ചെയ്തത് സിംബോളിക് ആയിട്ടല്ല, ഹോൾ നിറവോടെയാ റിസീവ് ചെയ്തത്. ഓ, ഒന്ന് കൈ അടിച്ച് ഒരു ഹല്ലേലൂയ പറ. ജോയിനമോളെ, ഒരു 2 സെക്കൻഡ് മുമ്പ് പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ നിന്നെ ചിന്തിക്കുമായിരുന്നു, ജോയിൻ ഇല്ലല്ലോ ഇവിടെ നിന്ന്. സത്യമായിട്ടും പ്രസംഗിക്കുന്നതിനിടെ പറയുക, കാരണം എനിക്ക് തോന്നുവാ ഇതിനകത്തൊരു ഗ്ലോറി വസിക്കുന്നുണ്ട് ഇപ്പോ. കമോൺ, കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാണ്ട്. ഇസ്രായേൽ ജനത്തോട് ചോദിക്കാം, നിങ്ങളുടെ സൂപ്പർ നാച്ചുറൽ ആയ ലൈഫിന്റെ കാരണം എന്താ? അവര് പറയും, ദൈവം ഞങ്ങളുടെ കൂടെ വസിച്ചു.
നിങ്ങളുടെ സൂപ്പർ നാച്ചുറൽ സക്സസിന്റെ കാരണം എന്താ? ദൈവം നിങ്ങളുടെ കൂടെ വസിച്ചു. അത് മതപരമായ അറിവല്ലായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു. സോളി, അതെന്തായിരുന്നില്ല? മതപരമായ അറിവായിരുന്നില്ല, ശരിക്കും യാഥാർത്ഥ്യമായിരുന്നു. എനിക്ക് കർത്താവിനോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അന്ന് ഇസ്രായേൽ മക്കളെക്കാൾ ഇസ്രായേൽ മക്കൾ വാഗ്ദത്തത്തിൽ ഇസ്രായേൽ മക്കൾ അങ്ങയുടെ ജനമായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും കർത്താവേ നിന്റെ വാഗ്ദത്ത സന്തതിയാ എങ്കിൽ വാഗ്ദത്ത പ്രകാരം ജനിച്ച സന്തതി എന്ന് അങ്ങയുടെ പുസ്തകം പറയുക. എന്നിട്ട് ഞങ്ങൾക്ക് ആ അളവിൽ നിന്ന് ഒട്ടും കുറയാതെ തന്നെ വേണം. അത് കർത്താവിനെ പ്രസന്റ് ചെയ്യണം. ജാതികൾ ലോകം കാണുമ്പോ എന്റെ മുകളിൽ വസിക്കുന്ന ഗ്ലോറി കാണണം. ഗ്ലോറി വസിക്കുന്നത് കാണണം. ഹസല ബറ ഹസല ബറ ഹസല റസല ബഹസല ബനയാന്തുകു റന്തനിയാന്തല കസലിയാന്തലു. God wanted them to know that the riches and glory of Christ are for you. ദൈവം ഒരു കാര്യം അവരറിയണമെന്ന് ആഗ്രഹിച്ചു. എന്താണ്? മഹത്വവും ധനവും മഹത്വവും ക്രിസ്തുവേശുവിൽ നിങ്ങളുടേതും എന്റേതുമാണെന്ന് അറിയണമെന്ന് ദൈവത്തിനൊരു തീരുമാനം ഉണ്ടായി. This is the secret. Christ lives in you. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്റെ ചങ്ക് പൊട്ടിയ കാര്യമാണ്. This gives you assurance of sharing his glory. ഭയങ്കരവാ. അവന്റെ ഗ്ലോറി നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും അവൻ നിന്റെ അകത്ത് വസിക്കുന്നെന്ന്. സാറേ, അതൊരു വല്ലാത്ത പറച്ചില്ല പറഞ്ഞിരിക്കുന്നത് കണ്ടോ. This gives you assurance of sharing his glory. അഷ്വറൻസ് നമുക്ക് തരുന്നതാണ്. അഷ്വറൻസ് ഉറപ്പ് തരുന്നതാണ്. നിങ്ങൾക്ക് അവൻ വസിക്കുന്നു എന്ന് ഉറപ്പ് തരുന്ന ചിലത് ദൈവത്തിന് നിങ്ങളിൽ പ്രകടമാക്കാൻ പറ്റുമെന്ന് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അവൻ നിന്റെ അകത്ത് വസിക്കുന്നു എന്ന് നിനക്കും നിന്നെ കാണുന്നയാൾക്കും മനസ്സിലാകുന്ന വിധത്തിൽ വെളിപ്പെടുത്തുന്ന ചിലത് ഉണ്ടാകുമെന്ന് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, നിനക്കും നിന്നെ കാണുന്ന ആളുകൾക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഗ്ലോറി വെളിപ്പെടുത്തുന്നത് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക. എങ്കിൽ നീ ഒന്ന് പറഞ്ഞ്, എനിക്കൊരു സാധാരണ ജീവിതം വേണ്ട. ഐ ഡോണ്ട് വാണ്ട് എ നോർമൽ ലൈഫ്. Because you are lives in me, so I want to live an extraordinary life. I refuse to live an ordinary life. I refuse to live an ordinary life. I want to live a glorifying Lord, glory life. I want to live a glorifying life. Amen. യേശുവിൽ വിശ്വസിച്ച എനിക്ക് ഒരു സാധാരണ ജീവിതം വേണ്ട, മഹത്വപൂർണ്ണമായ ജീവിതം മതി. ആമേൻ. അതാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഞാനൊരു സാധാരണ വ്യക്തിയെ പോലെ ആകണ്ട, ദൈവത്തിന് മഹത്വം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഓരോരുത്തരെയും കർത്താവ് മാറ്റട്ടെ. ആ മഹത്വം മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. കേലം 78. ഈ മകളുടെ പേര് ആരതി എന്നാണ്. ആരതി. ഈ സാക്ഷ്യം എന്ന് പറയുന്നത് വീണ്ടും പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച ഒരു വലിയൊരു സാക്ഷ്യമാണ്. അതായത് ഈ മകൾക്ക് MAക്ക് ഫസ്റ്റ് റാങ്കോട് കൂടി മകൾ പാസ്സാകുവാനായിട്ട് ഇടയായി. കൺഗ്രാറ്റുലേഷൻ. ആമേൻ. ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ്. ഒന്ന് എഴുന്നേറ്റ് ഒരു കൈയ്യടി കൊടുത്തേ അവൾക്ക്. ആമേൻ. ദാറ്റ് ഈസ് ഗ്രേറ്റ്. മെഡലൊക്കെ ആയിട്ടാ വന്നിട്ടുള്ളത്. ഇന്ന് ബർത്ത്ഡേ ആണ്. ഇത് മന്ത്രി കൊടുത്ത മെഡലാണ്. ഒരു നല്ല, നമ്മൾ നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ എന്തെങ്കിലും നമ്മളും കൂടെ കൊടുത്തേനെ. അറിഞ്ഞായിരുന്നോ? ഇന്ന് വന്നപ്പോഴാണ് പറഞ്ഞത്.
റാങ്ക് ഹോൾഡറിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തേനെ സർപ്രൈസ് ആയിട്ട്. പക്ഷേ ഞങ്ങൾ അറിഞ്ഞില്ല, ഇന്ന് ഞങ്ങൾ അറിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങളെന്ന കാര്യങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ച് ഈ മോളും അത് ദൈവമാണ് അവളെ ആ സ്ഥലത്തേക്ക് എത്തിച്ചതെന്ന് ചിന്തിക്കുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ അല്ലേ? നിങ്ങളെന്താ ആമേനൊന്നും പറയാത്തെ? കർത്താവേ, ഞാൻ ഈ മോളെ അനുഗ്രഹിക്കുന്നു, നന്മകളായി മോളെ നിറച്ചാണ്. ഇൻ ജീസസ് നെയിം, താങ്ക് യു. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ശിഖ എന്നാണ്. ഇതാണോ ശിഖ? ഇതാണോ? അതാണ് ശിഖ. ഓക്കെ. സിസ്റ്ററിനും അമ്മയ്ക്കും ഉണ്ടായ 2 അത്ഭുത സാക്ഷ്യങ്ങൾ പറയാനാണ് ആയിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് നവംബർ 13 ഒരു പനിയുണ്ടായതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ കൗണ്ട് ഒത്തിരി കുറഞ്ഞു. കൗണ്ട് 25,000-ഓളം ആയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത് ഇച്ചിരി ക്രിട്ടിക്കലാണ്, അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലഡ് കൊടുക്കണം. അവിടെ അതിനുള്ള ക്രമീകരണം ഇല്ല. ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റിലേറ്റീവ്സ് എല്ലാവരും വിഷമത്തിലായി. പക്ഷേ ആൻറ്റി പറയുന്നത് ആൻറ്റി വിശ്വാസത്തോടെയും ബലത്തോടെയും ആയിരുന്നു. അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസിലാണ് കൊണ്ടുപോയത്. അവിടെ ICUയിലാണ് ആയിരുന്നത്. പക്ഷേ അവിടെ ചെന്നു ടെസ്റ്റ് ചെയ്തിട്ട് ആ ഹോസ്പിറ്റലിലെ അധികൃതർ പറഞ്ഞത് കുറച്ച് വിഷമത്തോടെയാണ്, നിങ്ങൾ വന്നതൊരു വലിയ ഹോസ്പിറ്റലിൽ നിന്നാണ്, അവർക്ക് തെറ്റുപറ്റുമോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഉള്ള റിസൾട്ട് 4 ലക്ഷത്തിൽ പുറത്താണ്. അവര് സംശയം കൊണ്ട് വീണ്ടും ചെക്ക് ചെയ്തു. കൗണ്ട് നോർമൽ തന്നെയായിരുന്നു. അയ്യോ, വല്ലാത്ത കാര്യമായിപ്പോല്ലോ അത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. എൻ്റെ ഹോസ്പിറ്റലിന്റെ പേര് പറയാൻ നന്നായി പറഞ്ഞേട്ടെ. ഇത്രയേ ഉള്ളൂ. അടുത്തത് സിസ്റ്ററിനുണ്ടായൊരു സാക്ഷ്യമാണ്. സിസ്റ്റർ പറയുന്നത് സിസ്റ്റർ UK പോകാൻ നിൽക്കുകയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് സിസ്റ്റർ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. അപ്പം സിസ്റ്ററിനൊരു സംശയം കൊണ്ട് പറഞ്ഞു, എനിക്ക് മണം ശരിയായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞെങ്കിൽ നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ പറഞ്ഞത് മൂക്കിന് വളവുണ്ട്, സർജറി കൂടാതെ അത് സൗഖ്യമാകത്തില്ല എന്നാ. പക്ഷെ സിസ്റ്റർ അത് കേട്ടിട്ട് വിശ്വാസത്തോടെയും ബലത്തോടെയും ആയിരുന്നു, ചിരിച്ചുകൊണ്ട് പോരുന്നു. എന്നിട്ട് സിസ്റ്റർ എന്ത് ചെയ്തു, വിശ്വാസത്തോടെ വേറൊരു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി. അവിടെയും എൻഡോസ്കോപ്പി ചെയ്തു, സ്കാൻ ചെയ്തു. പക്ഷെ അതിലും പറയുന്നത് നോർമൽ ആയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, പൂർണ്ണ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. ആർക്കാണ്? സിസ്റ്ററിനാണ് മൂക്കിന് വള. അതായത് ആദ്യത്തെ ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ മൂക്കിന് വളവുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം പോയി പരിശോധിച്ചപ്പോൾ പിന്നെ മൂക്കിന് വളവില്ല. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച അതൊരു വലിയ കാര്യമാണ്. അവിടെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർമാർക്ക് അബദ്ധം പറ്റുന്നതായിരിക്കും. എന്തായാലും അബദ്ധമായാലും സുഖമായാലും കർത്താവ് കൊടുത്ത സൗഖ്യത്തിനൊന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആ വിശ്വാസത്തിന് നമുക്ക് നന്ദി പറയാം. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ ജൂലൈ 24 രാവിലെ 10:30 മുതൽ. സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂലൈ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ജൂലൈ 28 രാവിലെ 11 മണി മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാണ്. ദൈവത്തിൻ്റെ ജീവിക്കുന്ന കരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നോടൊപ്പം ആയിരിക്കുന്നവർ കണ്ണുകളെ അടച്ചാട്ടെ. വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ വായ് തുറന്ന് സംസാരിച്ചാട്ടെ. ആ പ്രശ്നങ്ങൾക്കെതിരെ സംസാരിച്ചാട്ടെ. ആ പ്രശ്നങ്ങൾക്ക് ദൈവം ചെയ്യുന്ന അത്ഭുതത്തെ ഒന്ന് കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ അതിനെ ഒന്ന് വായ് തുറന്ന് സംസാരിച്ചാട്ടെ. അപ്പാ കർത്താവേ, ഈ കുടുംബങ്ങളിൽ നിൻ്റെ കൃപ ചലിക്കണമപ്പാ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ. ഹല്ലേലൂയ. കർത്താവേ, നീലവാഹനത്തോട് ബന്ധിക്കപ്പെട്ട് ചില ഇഷ്യൂസിലായിരിക്കുന്ന വ്യക്തി, ആ കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അതേപോലെ ഇന്ന് കാണുന്ന വ്യക്തികളിൽ സമൃദ്ധിയുടെ വാതിലുകൾ തുറക്കട്ടെ അപ്പാ, സമൃദ്ധിയുടെ വാതിലുകൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇനി ആ പഴയ സ്ഥിതിയിൽ കിടക്കരുത്. ഇനിയും കഴിഞ്ഞ നാളുകളിലായിരുന്നത് പോലെ ആകരുത്. അസാധാരണത്വമുള്ള ദൈവിക അനുഭവങ്ങൾ
കുടുംബങ്ങളിലേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവെ, പ്രാർത്ഥിക്കുന്ന പിതാവേ, അവിടുന്ന് ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. സാമ്പത്തിക ഞെരുക്കം മാറിപ്പോകട്ടെ അപ്പാ. കർത്താവെ, ബിസിനസ്സുകളിൽ മേൽ വാദിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ പ്രവൃത്തികളും നീങ്ങിപ്പോകട്ടെ. വലിയൊരു കൊയ്ത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ, വലിയ നന്മയുടെ അനുഭവം ഉണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ തന്നെ കർത്താവെ, വിദ്യാഭ്യാസം അടുത്ത നിലവാരത്തിലേക്ക് തുടർ പഠനത്തിനായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവർ മുൻപിൽ അടഞ്ഞുപോയെന്ന് തോന്നുന്ന വാതിലുകൾ തുറക്കട്ടെ അപ്പാ. ദൈവിക നടത്തിപ്പ് അവരുടെ ലൈഫിലുണ്ടാകട്ടെ. ദൈവിക വഴികൾ അവരുടെ മേൽ തുറക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവെ, അവിടുത്തെ ബ്ലെസ്സിങ്ങുകളെ പകർന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നിറവിലായിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.